ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ്. അതായത് രോഗങ്ങളും രോഗകാരികളും. ഈ രോഗങ്ങൾ എന്നതിലൂടെ ഉദ്ദേശിക്കുന്ന പലതരം രോഗങ്ങളുണ്ട് അല്ലേ. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും വായിലൂടെ പകരുന്നത്, വെള്ളത്തിലൂടെ പകരുന്നത്, അല്ലെങ്കിൽ സമ്പർക്കം വഴി പകരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് SCRT ചാപ്റ്റേഴ്സ് എടുത്തപ്പോൾ അതിൽ കുറേ നമ്മൾ രോഗങ്ങൾ, അത്യാവശ്യം കുറച്ച് രോഗങ്ങളെക്കുറിച്ചും അത് പകരുന്ന രീതികളെക്കുറിച്ചും, അതുപോലെ ഓരോന്നിൻ്റെ അഭാവം മൂലം നമ്മൾ കാൽസ്യത്തിൻ്റെ അഭാവം, അയണിൻ്റെ അഭാവം, ഇതിൻ്റെയൊക്കെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ വിറ്റാമിൻസിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതുമാത്രമല്ലാണ്ട് ഇനിയും കുറേ അസുഖങ്ങൾ നമ്മൾ പഠിക്കേണ്ട, ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നൊക്കെ വൈറസ് രോഗങ്ങൾ എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് നമ്മൾ രോഗങ്ങളെക്കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്നിട്ട് മാത്രമേ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്നറിയപ്പെടുന്നത്. എന്താണ് പാത്തോളജി? പാത്തോളജിയുടെ പിതാവ് ആരാണ്? റൊഡോൾഫ് വിർഷോയാണ് പാത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? റൊഡോൾഫ് വിർഷോയാണ് പാത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. രോഗങ്ങൾ അറിയപ്പെടുന്ന രോഗകാരികൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്നാണ്. അപ്പോൾ രോഗകാരികൾ അറിയപ്പെടുന്നത് എന്താണ്? പാത്തോജൻസ് എന്നാണ് അറിയപ്പെടുന്നത്. രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഇമ്മ്യൂണോളജി എന്നാണ് രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ആ ഇമ്മ്യൂണോളജിയുടെ പിതാവ് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ് അല്ലേ. എഡ്വേർഡ് ജെന്നർ വേറൊന്നും കൂടി അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത്? വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഈ എഡ്വേർഡ് ജെന്നർ തന്നെയാണ്. അപ്പോൾ ഇമ്മ്യൂണോളജിയുടെ പിതാവ്, വാക്സിനേഷൻ്റെ പിതാവ് എന്നെല്ലാം ചോദിച്ചാൽ ആരെ പറയണം? എഡ്വേർഡ് ജെന്നറെ കുറിച്ച് പറയണം അല്ലേ. അതുപോലെ രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എയ്റ്റിയോളജി എന്നാണ്. രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം എയ്റ്റിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. അലർജിയുടെ കാരണങ്ങളും ചികിത്സയും അറിയപ്പെടുന്നത് എന്താണ്? അലർജോളജി എന്നാണ്. പകർച്ചവ്യാധികളാണ് എപ്പിഡെമിയോളജി എന്നറിയപ്പെടുന്നത്. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ്. അനസ്തേഷ്യയും അനസ്തെറ്റിക്സിനെയും കുറിച്ചുള്ള പഠനമാണ് അനസ്തേഷ്യോളജി എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാലേ, ഹൃദയ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? അത് കാർഡിയോളജിയാണ്. കോശങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോപാത്തോളജി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ന്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോപാത്തോളജി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജിയാണ്. അതുപോലെ ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഡെർമറ്റോളജി എന്നാണ്. രോഗബാധിത കലകളുടെ സൂക്ഷ്മ പഠനം അറിയപ്പെടുന്നത് ഹിസ്റ്റോപാത്തോളജി എന്നാണ്. എന്താണ്? ഹിസ്റ്റോപാത്തോളജി എന്നാണ് അറിയപ്പെടുന്നത്. വർഗീകരണത്തെക്കുറിച്ചുള്ള പഠനമാണ് നോസോളജി എന്നറിയപ്പെടുന്നത്. നാഡീരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ന്യൂറോപാത്തോളജി എന്നാണ്. അപ്പോൾ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗബാധിത കലകളെക്കുറിച്ചുള്ള പഠനവും, ന്യൂറോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നാഡീരോഗങ്ങളെക്കുറിച്ചുള്ള പഠനവും, സൈറ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ കോശങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനവുമാണ്. അപ്പോൾ പാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഇനി ഫൈറ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? അത് സസ്യരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സൈക്കോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികാസ്വസ്ഥതകളെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോപാത്തോളജി എന്ന് പറയുന്നത്. ഇനി മരുന്നുകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഫാർമക്കോളജി എന്നാണ്. മരുന്നുകളെക്കുറിച്ചുള്ള പഠനം ഫാർമക്കോളജി എന്നാണ്. ഇനി വാക്സിനുകളെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞാൽ വാക്സിനോളജിയാണ്. ജന്തുരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സുപാത്തോളജി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രേറ്റ്സ് എന്ന് പറയുന്നത്. ആരാണ്? വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രേറ്റ്സ് എന്ന് പറയുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തെ അലോപ്പതി എന്ന പദം ഉപയോഗിച്ച് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? അത് സാമുവൽ ഹനിമാനാണ്. ഇദ്ദേഹമാണ് ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തത്. സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ പ്രാവീണ്യനായിരുന്ന ഒരു
വൈദ്യശാസ്ത്ര മേഖലയാണ് ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നതും. ഇനി ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത്രേയ മഹർഷിയാണ്. ഹൈന്ദവ സംസ്കാരത്തോളം തന്നെ പഴക്കമുള്ള ചികിത്സാ സമ്പ്രദായമാണ് നമ്മുടെ ഈ ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ കോട്ടയ്ക്കലാണ് ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരൊക്കെയാണ് ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ഇനി ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? വാദം, പിത്തം, കഫം എന്നിവയാണ് ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ആയുർവേദത്തിൽ തന്നെ ശുശ്രുതൻ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് ശല്യതന്ത്രം എന്നറിയപ്പെടുന്നത്. ഈ ശുശ്രുതനാണ് അനസ്തേഷ്യയുടെ ആദിമ രൂപം ചികിത്സയിൽ പ്രയോഗമാക്കിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ശല്യതന്ത്രം എന്നറിയപ്പെടുന്നത്. ഇനി അഷ്ടാംഗ ഹൃദയത്തിൻ്റെ കർത്താവ് എന്നറിയപ്പെടുന്ന ആരാണ്? വാഗ്ഭടനാണ്. അപ്പം ഇതാണ് നമുക്ക് എന്തിനെക്കുറിച്ച് നോക്കാനുള്ളത്? വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് നോക്കാനുള്ളത്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് യുനാനി എന്ന് പറയുന്നത്. ഈ യുനാനി ചികിത്സാ സമ്പ്രദായം ഉടലെടുത്ത രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്രീസാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ നോക്കാനുള്ളൂ. യുനാനി ചികിത്സാ സമ്പ്രദായം ഉടലെടുത്തത് ഗ്രീസാണ്. ഇത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. അക്യുപഞ്ചർ ചികിത്സാ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഈ സമ്പ്രദായത്തിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചാൽ അത് സൂചിയാണ്. അതുപോലെ തന്നെ മസാജിങ്ങും വ്യായാമവും വഴി രോഗത്തിന് ചികിത്സ നടത്തുന്ന രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇനി രോഗങ്ങൾ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് അല്ലേ? അതായത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത്, ഒരു പ്രദേശത്ത് മാത്രം നിൽക്കുന്നത്, അതായത് അല്ലെങ്കിൽ മഹാമാരികൾ പോലെ. നമ്മൾ ഇന്നലത്തെ ടെക്സ്റ്റിൽ പറഞ്ഞു എന്താണ് മഹാമാരി എന്നാണ് പറഞ്ഞത്? ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങാതെ അത് എന്ത് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്? അത് രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും ഒക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിഡെമിക് എന്ന് പറയുന്നത്. എന്നാണ് എപ്പിഡെമിക് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് രോഗബാധിതരുടെ എണ്ണം സാധാരണ പ്രതീക്ഷിക്കുന്ന നിലയേക്കാൾ ഉയരുമ്പോൾ ആ തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ എപ്പിഡമിക് രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണമാണ് മഞ്ഞപ്പനിയും വസൂരിയും അഞ്ചാമനിയും ഒക്കെ. ഓക്കെ, അപ്പോൾ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക് എന്ന് പറയാം. നമുക്കറിയാലോ, ഒരു ടൈമായി പറഞ്ഞാൽ ഈ അഞ്ചാം പനിയിലൊക്കെ ചൂടുകാലമായി പറഞ്ഞാൽ ഒരു പ്രദേശത്ത് വന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് പകരാൻ കാരണമാകുന്ന രോഗമാണ് ഈ അഞ്ചാം പനി എന്നൊക്കെ പറയുന്നത്. ഇനി സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നത് എപ്പിഡമിക്. എൻഡമിക് പറഞ്ഞാൽ എന്താണ്? കാലാകാലങ്ങളായിട്ട് ഉള്ളതും തുടച്ചു മാറ്റാൻ പറ്റാത്തതുമായ രോഗങ്ങൾ. നമ്മൾ കുറേ രോഗങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ മാറ്റാൻ കഴിയാത്ത രോഗങ്ങളെയാണ് എൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ രോഗത്താൽ വർഷാവർഷം രോഗബാധിതരാകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ഒരുപോലെയായിരിക്കും. ഇതിനൊരു ഉദാഹരണമാണ് മലേറിയ എന്ന് പറയുന്നത്. ഇനി കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത്, എന്താണ് കാരണം എന്ന് അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ക്രാപ്റ്റോജനിക് രോഗങ്ങൾ എന്നാണ്. എന്താണ്? ക്രാപ്റ്റോജനിക് രോഗങ്ങൾ എന്നാണ്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എന്താണ്? അതാണ് പാൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നലത്തെ ടെക്സ്റ്റിൽ പറഞ്ഞു അല്ലേ, മഹാമാരികൾ എന്ന്. അതാണ് പാൻഡമിക് രോഗങ്ങൾ. ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങാതെ ഇത് മറ്റു രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും അതിവേഗം പടർന്നു പിടിക്കുന്നതാണ് ഈ പാൻഡമിക് രോഗങ്ങൾ എന്ന് പറയാം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? COVID-19 ആണ് അല്ലേ? അത് നമ്മുടെ ഇന്ത്യയിലല്ല ഫസ്റ്റ് തുടങ്ങിയത്, പക്ഷെ തുടങ്ങിയത് ചൈനയിൽ നിന്നാണെങ്കിലും അത് ഒരുവിധം നമ്മുടെ എല്ലാ രാജ്യത്തേക്കും പടർന്നു പിടിച്ചതും അതുപോലെ മരണസംഖ്യ വളരെ കൂട്ടിയതുമായ ഒരു രോഗമാണ് ഈ COVID-19 എന്ന് പറയുന്നത്. ഇനി മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സ്യൂണോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്യൂണോസിസ് എന്നാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ അറിയപ്പെടുന്നത്. ഇനി ഇങ്ങനെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എലിപ്പനിയുണ്ട്, പ്ലേഗ് ഉണ്ട്, കുരങ്ങുപനിയുണ്ട്, പന്നിപ്പനിയുണ്ട്. ഇവയെല്ലാം നമുക്ക് മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? ഇനി മൃഗങ്ങൾക്കിടയിലെ സാംക്രമണിക രോഗങ്ങൾ എന്ന് പറയുന്നതിനെയാണ് എപ്പിസ്യൂട്ടിക് എന്ന് പറയുന്നത്. അതിനും ഈ പന്നിപ്പനിയും പക്ഷിപ്പനിയും ഒക്കെ ഈ എപ്പിസ്യൂട്ടിക്കിനും ഉദാഹരണമാണ്.
അപ്പോൾ സ്യൂണോസിസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നതും എപ്പിസ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങൾക്കിടയിലുള്ള സാംക്രമണിക രോഗങ്ങളെയുമാണ് പറയപ്പെടുന്നത്. ഇനി തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുക, വ്യായാമം ചെയ്യാണ്ടിരുന്നാലൊക്കെ, അല്ലാണ്ട് ഒരുപാട് കൊഴുപ്പടങ്ങിയ ഫുഡുകളൊക്കെ കഴിച്ച് പറഞ്ഞാൽ നമുക്ക് എന്ത് അസുഖങ്ങൾ വരും? ഇന്നലെ കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൊളസ്ട്രോൾ, BP, പൊണ്ണത്തടി, അതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പക്ഷാഘാതം, ഹൃദയരോഗം, ക്യാൻസർ എന്നിവയെല്ലാം തെറ്റായ ജീവിതശൈലി രോഗങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനി പാരമ്പര്യമായിട്ട് കിട്ടുന്ന ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഹണ്ടിങ്ടൺസ് രോഗം, ഇവയെല്ലാം പാരമ്പര്യമായിട്ട് മാറി മാറി വരുന്ന രോഗങ്ങളാണ്. അതായത് പാരമ്പര്യ ജനിതക രോഗങ്ങളിൽ പെടുന്നതാണ് ഇവയെല്ലാം. ഇനി രോഗകാരികളായ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമണിക രോഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇവയെല്ലാം ഇവയെല്ലാമാണ് ഈ രോഗങ്ങൾ പരത്തുന്നത്. സൂക്ഷ്മജീവികൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതിൽ തന്നെ ഇവയെല്ലാം നമുക്ക് ദോഷകരം മാത്രമല്ല ഉപകാരപ്രദമായിട്ടും ഉണ്ട്. അതിൽ നമ്മൾ ബാക്ടീരിയയൊക്കെ പറഞ്ഞു. പാല് പുളിക്കാനും മാവ് പുളിക്കാനൊക്കെ സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് കൂണ്, ഒരു ഫംഗസ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രോഗകാരികൾ മൂലമുണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയൊക്കെയാണ് ഈ സാംക്രമണിക രോഗങ്ങൾക്ക് ഉദാഹരണം. ഇനി ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം അതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്? സാൽമണല്ല ഭക്ഷ്യവിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 12 മുതൽ 24 മണിക്കൂറാണ്. സാൽമണല്ല ഭക്ഷ്യവിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡാണ് 12 to 24 മണിക്കൂർ മാത്രമാണ്. ഇനി അത് കോളറയുടെ ചോദിക്കുകയാണ് പറഞ്ഞാൽ മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ് കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ജീവിതചര്യ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ. നമ്മൾ പറഞ്ഞു വിറ്റാമിൻസിൻ്റെ അപര്യാപ്തതയായാലും ശരി, അല്ലെങ്കിൽ ഈ കാൽസ്യം, അയൺ അവയുടെയൊക്കെ അപര്യാപ്തത രോഗങ്ങളായാലും ശരി, ഇവയൊന്നും പകരുന്ന രോഗങ്ങളല്ല, പകരാത്ത രോഗങ്ങളാണ്. അതുപോലെ പാരമ്പര്യജന്യ രോഗങ്ങളാണ് കേട്ടോ, പാരമ്പര്യജന്യ രോഗങ്ങൾ എന്നിവ. ഇനി എന്താണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്? തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഈ തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് കൽക്കരി ഖനികളിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ കാണപ്പെടുന്ന രോഗമാണ് ഈ ന്യൂമോകോണിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ കാണപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂമോകോണിയാസിസ് ആണ്. ഇനി ടിന്ന്, മൈക്ക, സ്വർണം എന്നീ ഖനികളിലെ തൊഴിലാളികളിൽ കാണപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കോസിസ് ആണ്. എന്താണ്? സിലിക്കോസിസ് ആണ്. ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫാമേഴ്സ് ലങ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ടിന്ന്, മൈക്ക, സ്വർണം എന്നീ ഖനികളിൽ ജോലിയെടുക്കുന്നവരിലാണ് സിലിക്കോസിസ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഈ രോഗം ബാധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശത്തെയാണ് അത് ബാധിക്കുന്നത്. ഇനി അസ്ബറ്റോസ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസ്ബറ്റോസിസ് ആണ്. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൈത്തണ്ടയിലെ മീഡിയം നാഡി കംപ്രസ് ചെയ്യുമ്പോൾ കൈകളിലെ മരവിപ്പ്, ബലഹീനത എന്നിവയൊക്കെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ രോഗങ്ങളെ തന്നെ നമ്മൾ പല രീതിയിലുണ്ട്. അത് നമുക്ക് പഠിക്കാതെ എളുപ്പത്തിൽ പഠിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഓരോ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തന്നത്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് രോഗം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന രോഗം ഏതാണ്? അത് ഹീമോഫീലിയ ആണ് അല്ലേ? നമ്മൾ ഹീമോഫീലിയ എന്താണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ രോഗമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹീമോഫീലിയ എന്നാണ് ഒരു പാരമ്പര്യ രോഗത്തിൽ പെടുന്നതാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000 കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം
വവ്വാലുകളാലാണ് പടർന്നത് എന്ന് കണ്ടെത്തി. ഏതാണ് ഈ രോഗം? എബോളയാണ് ആ വവ്വാലുകളാൽ പകർന്ന രോഗം എന്ന് പറയുന്നത്. എബോള രോഗം മനുഷ്യരിലേക്ക് എത്തിയ വർഷം 1976-ലാണ്. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ് കേട്ടോ. ഈ രോഗത്തിന് കാരണമാകുന്നത് ഏത് തരം ജീവിയാണെന്ന് ചോദിച്ചാൽ പഴം ഭക്ഷിക്കുന്ന വവ്വാല്, ചിമ്പാൻസി, ഗൊറില്ല എന്നിവരിലൂടെയൊക്കെയാണ് ഈ എബോള രോഗം പകരുന്നത്. നേരത്തെ ചോദിച്ചാൽ ആഫ്രിക്കയിൽ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തിയതെന്ന് കണ്ടെത്തി. അത് ഏതാണ് രോഗം എന്ന് ചോദിച്ചാൽ എബോളയാണ്. പക്ഷെ വവ്വാലുകൾ മാത്രമല്ല, പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളല്ലാതെ ചിമ്പാൻസിയും ഗൊറില്ലയും കൂടി ഈ എബോള രോഗം പരത്തുന്നുണ്ട്. ഇതൊരു വൈറസ് രോഗമാണ്, ഒരു RNA വൈറസാണ്. എബോള വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? കിരീടം എന്നാണ്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? കിരീടം എന്നാണ്. അപ്പോൾ കൊറോണ എന്നത് എന്താണ്? ഒരു ലാറ്റിൻ പദമാണ്. ഇത് ബാധിക്കുന്നത് എവിടെയാണ്? ശ്വാസകോശത്തെയാണ്. ആദ്യമായി കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ചൈനയിലെ വുഹാനിലാണ് ആദ്യമായി 2019 ഡിസംബർ 31 ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളത്തിലാണ്. ഇനി കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് തൃശ്ശൂരിലാണ്. ഇനി കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ PCR, NAT, RT-PCR. RT-PCRൻ്റെ പൂർണ്ണരൂപം എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. RT-PCR എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട് അല്ലേ? ഒരുവിധം എല്ലാവരും അത് ടെസ്റ്റ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ തൃശ്ശൂരാണെന്ന് പറഞ്ഞു. എന്നാൽ ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലെ കാൽബുർഗിയിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ഏതായിരുന്നു? ബ്രേക്ക് ദ ചെയിൻ എന്നതായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തമിഴ്നാട്ടിലാണ്. എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്യുറൈഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. 1982-ലാണ് ഈ രോഗത്തിന് എയ്ഡ്സ് എന്നുള്ള പേര് നൽകിയത്. ഇതിന് കാരണമായ രോഗാണു ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് വൈറസാണ്. അതിൻ്റെ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV എന്നതാണ്. ഈ എയ്ഡ്സ് വൈറസിനെ കണ്ടെത്തിയത് ആരാണ്? ലൂക്ക് മൊണ്ടൈനർ ആണ് എയ്ഡ്സ് വൈറസിനെ കണ്ടെത്തിയത്. ഇതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനും ഫ്രാൻകോയിസ് എന്നിവർക്കും ലൂക്ക് മൗണ്ടൈനും എന്ത് ചെയ്തിട്ടുണ്ട്? 2008 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. HIV എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. ഈ HIV തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബാധിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ്. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് അമേരിക്കയാണ്. ഇന്ത്യയിൽ എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തമിഴ്നാടാണ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ടയാണ്. ഈയിടക്ക് നമ്മൾ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്? കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കറണ്ട് അഫെയറായിട്ട് അത് കണക്കാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പൊതുവായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു വെക്കുന്നത്, അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഇനി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായി തടഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യൂബയാണ്. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഹോങ്കോങ്ങിലാണ്. മാൾട്ട പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. വിരകൾ മുഖേന ഉണ്ടാവുന്ന പ്രധാന രോഗം ഏതാണ്? മന്താണ്. എലിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? എലിച്ചെള്ളാണ്. മലമ്പനിയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം എന്നിവയെല്ലാമാണ്. നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ രാജ്യം ഏതാണ്? അത് മലേഷ്യയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നെല്ലാം അറിയപ്പെടുന്ന ഏതാണ്? മലമ്പനിയാണ്. ഇനി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്കർവി രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ഹീമോഫീലിയാണ്.
ഇനി ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെങ്കിപ്പനിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്, വെളുത്ത പ്ലേഗ്. കോക്ക് രോഗം എന്നല്ല അറിയപ്പെടുന്നത് ക്ഷയമാണ്. അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷയമാണ്. കോക്ക് രോഗം എന്നറിയപ്പെടുന്നതും ക്ഷയമാണ്. ഹാൻസൻസ് രോഗം, ഹാൻസൻസ് ഡിസീസസ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് കുഷ്ഠമാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാസ് ആണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. ഇനി എലിപ്പനി എന്തെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്? നമ്മൾ മലമ്പനി പറഞ്ഞു അല്ലേ. ഇനി എലിപ്പനി എന്തെല്ലാം പേരിൽ അറിയപ്പെടുന്നത്? വീൽസ് ഡിസീസ്, 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ് എന്നെല്ലാം അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡിപ്തീരിയയാണ് തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം. ഇനി അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? സിക്കിൾ സെൽ അനീമിയയാണ് അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത്. മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മീനമാത രോഗമാണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് ആണ്. റുബെല്ല എന്നറിയപ്പെടുന്നത് എന്താണ്? ജർമ്മൻ മീസിൽസ് ആണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? അൽഷിമേഴ്സ് ആണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത്. പിള്ളവാതം എന്നറിയപ്പെടുന്നത് ഏതാണ്? പോളിയോയാണ് പിള്ളവാതം എന്നറിയപ്പെടുന്നത്. നിശബ്ദനായ കാഴ്ചാപഹാരകൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. കഫവാത ജ്വരം എന്നറിയപ്പെടുന്നത് ന്യൂമോണിയയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രോഗകാരികളെ കുറിച്ചിട്ടുള്ള ക്ലാസ് മുഴുവനായിട്ടില്ല. നമ്മൾ ഇനി രോഗങ്ങൾ പഠിക്കാനുണ്ട്, രോഗകാരികളെക്കുറിച്ചും പഠിക്കാനുണ്ട്. അതിനുള്ള ടെസ്റ്റുകൾ അതിനെക്കുറിച്ചെല്ലാം പഠിക്കാറുണ്ട്. ഏത് ഭാഗത്തെ ബാധിക്കുന്നു എന്നും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അതൊരു ക്ലാസ്സിൽ എന്തായാലും ഇനി തീരില്ല. പക്ഷെ നമുക്ക് എക്സാം ആവുന്നതിന് മുമ്പ് നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ.